അഴകും ആകാരഭംഗിയും ഒത്തിണങ്ങിയ മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോ. ചെറു കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി പ്രതിനായക വേഷങ്ങളിലൂടെ വളർന്ന് ആക്ഷൻ ഹീറോ ആയി മോളിവുഡിനെ പിടിച്ചടക്കിയ ആ അതുല്യ നടൻ എത്തിയത് ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഒരു കഥ ആലോചിച്ചാൽ അതിൽ സാഹസികമായ രംഗങ്ങളുണ്ടെങ്കിൽ, സംഘടനകളുണ്ടെങ്കിൽ ഈ നടന്റെ ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു നടനെ അക്കാലത്തെ സംവിധായകർ ആലോചിച്ചിരുന്നുള്ളൂ. കോരിത്തെരിപ്പിക്കുന്ന തന്റെ ഓരോ കഥാപാത്രത്തെയും പൂർണ്ണതയിലെത്തിക്കാൻ ഡയറക്ടറേക്കാൾ ഡെഡിക്കേഷൻ പുലർത്തിയ ഈ നടനോളം സിനിമാ ലഹരി ഉള്ളിൽ പേറിയവർ വിരളമാണ്. അന്നും ഇന്നും പിരിഞ്ഞ നെഞ്ചും സിംഹഗർജനമാർന്ന ശബ്ദ ഗാംഭീര്യവും കൊണ്ട് കൊട്ടകയെ വിറപ്പിച്ച ചങ്കൂറ്റം. നേവൽ ഓഫീസറിൽ നിന്നും താരനായകനായ കൃഷ്ണനായർ 1980 നവംബർ മാസം 16-ാം തീയതി ലോകമെമ്പാടുമുള്ള തന്റെ ആരാധകരെ കണ്ണീർ കോളിളക്കത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യിച്ച പുരുഷ ജന്മം. ഓർമ്മയിലെന്നും ജയൻ. If you dare to say that word once more, I will pull out your bloody tongue. കസ്തൂരി മാമി മലസരമേലു. ഒരു കുട്ടിയെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലാതെ പോയത് കഷ്ടമായി പേരാമുട്ടി. അവളെ ഞാൻ രക്ഷിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളെ ഇവിടെ ആര് രക്ഷിക്കുന്ന കാണേണ്ടത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു IPS നേടുക എന്നുള്ളത്. പ്രണയ കവിത പാടുന്നു വാനം. സുന്ദരിയായ മിസ് മേരി ഹാൻസ് എന്റെ കാമുകയായിരുന്നു. കണ്ണി വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി. നിന്റെ സാഹിബിനോട് എന്ന് പറഞ്ഞേക്ക്, തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കില്ലെന്ന്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ചന്ദന കുളിർ ചൂടി വരും കാറ്റ്. ഈ ലേലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? ശങ്കർ, നിനക്ക് തെറ്റുപറ്റി. നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? ശ്രീപദം വിടന്ന സരസേരുഹത്തിൽ എന്റെ പെങ്ങളെ കൊണ്ട നിന്റെ ചോരയാണ് എനിക്ക് ആവശ്യം. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാം. കണ്ണും കണ്ണും ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള എപ്പിസോഡുകളിലൊന്നാണ് അനശ്വര നടൻ ജയനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് അത്. ഒരുപക്ഷെ 2000-ന് ശേഷമൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികൾ പോലും പഴയ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഈ നടനെ കുറിച്ചാണ്. ഈ നടന്റെ ഒരു എപ്പിസോഡ് വേണമെന്നാണ്. സാങ്കേതികമായി ചിന്തിക്കുമ്പോൾ ഒരു ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിന് പിന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ചില ചെറിയ ബുദ്ധിമുട്ടുകളിലൊന്ന്, അനശ്വര നടൻ ജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് തന്നെ 45 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ 45 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള 6 വർഷങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നായക പരിവേഷത്തോടുകൂടി നിന്നത് 2-3 വർഷം മാത്രം. ആ കാലത്തിൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, അവരുടെ ഇന്നത്തെ സാഹചര്യം, സമ്മതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുക. അങ്ങനെ പലതവണ ഞങ്ങൾ തന്നെ റീഷെഡ്യൂൾ ചെയ്യുകയും ഞങ്ങൾ തന്നെ പലതവണ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്ത് പലതരത്തിൽപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ പറ്റാതാകുകയും ഒടുക്കം ഞങ്ങളുടെ സ്നേഹപൂർവമായ ബഹുമാനപൂർണമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ആദ്യത്തെ അതിഥി, ഏകദേശം 20ഓളം ചിത്രങ്ങളിൽ ജയൻ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് കാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഭിനേത്രി, നായിക, ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിധുബാല. ഞാനിപ്പം ആമുഖത്തിൽ പറയുമായിരുന്നു, ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ്യൂൾ തൊട്ട് പലതവണ വിളിക്കും. ഒന്നുകിൽ ചേച്ചി വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചില അസൗകര്യങ്ങൾ ഉണ്ടാകും. ഒരുപാട് തവണ വിളിച്ചും ഞങ്ങളുടെ നിർബന്ധങ്ങൾക്കൊക്കെ ശേഷമാണ് ചേച്ചി വന്നിരിക്കുന്നത്. വളരെ നന്ദി എപ്പിസോഡിൽ വന്നതിന്. ജയൻ എന്ന നടന്റെ ഓർമ്മകളിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, 74 സിനിമയിൽ വന്നു, 80 അദ്ദേഹം നമ്മളെ വിട്ടു പോയി. 6 കൊല്ലമാണ് സിനിമയിലുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ശേഷം ഏകദേശം 10ഓളം സിനിമകൾ റിലീസായിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ചത്. അതൊരു അത്ഭുതമാണ്. 74 അദ്ദേഹം സിനിമയിലേക്ക് വളരെ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുമ്പം വലിയ നായികയാണ് ചേച്ചി. അന്നത്തെ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം നായികയാണ്. അപ്പം വളരെ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ സമയത്തെ നിങ്ങൾ തമ്മിലൊരു പരിചയപ്പെടലോ സൗഹൃദമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴാണ് കണ്ടത്? ആദ്യത്തെ പടത്തിലും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതെ, ജയൻ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കൃഷ്ണനായരെ അറിയാം.
അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ പടം രവികുമാർ എന്ന് പറഞ്ഞ നടൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ആ പടം റിലീസായില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജയൻ അതിൽ 4 ദിവസം അഭിനയിച്ചു, ഞാൻ 2 ദിവസമേ അഭിനയിച്ചുള്ളൂ. ജയൻ അതിൽ ഡ്രാക്കുലയായിട്ട് അഭിനയിച്ചത്. അങ്ങനെ റിലീസാകാതെ പോയൊരു അങ്ങനെ റിലീസാവാതെ പോയൊരു പടമാണ്. അന്ന് എന്നെ രവികുമാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ രവികുമാർ ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, ഒരു പുതിയ നടനാണ്, വിധുവിന് നമുക്ക് പരിചയപ്പെടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശ്യാമള സ്റ്റുഡിയോസിൽ പോയിട്ടാണ് ജയനെ പരിചയപ്പെട്ടത്. അന്ന് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഡ്രാക്കുള എന്ന് പറയുന്നൊരു സിനിമ. ഡ്രാക്കുല എന്നായിരുന്നില്ലേ പേര്? അതെ. ആ സിനിമ റിലീസായില്ല. ഇല്ല. പക്ഷെ നോക്കൂ, ആ സിനിമ റിലീസാകാതിരുന്നിട്ട് ഒരാളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം സിനിമകൾ ചെയ്തു. 74 വന്നു. ചെറിയ വേഷങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ഇവിടെ വരെയിൽ വളരെ ചെറിയൊരു വേഷമാണ്, ഒരു ഇതാണ്. അതിലും ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ജയന്റെ കൂടെ നായിക അഭിനയിച്ചതിനേക്കാളും അനിയത്തിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പലപ്പോഴും ഓർമ്മകൾ മരിക്കുമോ അങ്ങനത്തെ കുറെ പടങ്ങളിൽ ജയന്റെ സിനിമയുണ്ട്. കാത്തിരുന്ന നിമിഷം ഒക്കെ എല്ലാത്തിലും അനിയത്തിയായിട്ടാണ്. ജയന്റെ കൂടെ നായികയായിട്ട് 3-4 പടം. എന്റെ അവസാനത്തെ പടം ജയന്റെ കൂടെ ആയിരുന്നു അഭിനയം. അത് ജയൻ മരിച്ചതിന് ശേഷം ഇറങ്ങിയ പടമാണ്. അതിന്റെ ഷൂട്ടിംഗ് 79 കഴിഞ്ഞിരുന്നു. ഞാൻ 80 ഫീൽഡ് വിട്ടു. 81 നമ്മളുടെ മുക്കം മൊയ്തീൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ, പിന്നീട് ഇറങ്ങിയ സിനിമയിലെ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിരുന്നു. അതൊരു സംഭവ കഥയാണല്ലോ. അഭിനയം മൊയ്തീൻ പ്രൊഡ്യൂസ് ചെയ്ത പടാ. മുക്കത്ത് വെച്ചായിരുന്നു എന്റെ ഷൂട്ടിംഗ്. അന്ന് പക്ഷെ ഞാൻ കാഞ്ചനമാലയെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നീട് അറിയാ ചെയ്തത്. അവര് തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡൊക്കെ കണ്ടിട്ടുണ്ട്. മൊയ്തീന്റെ ഒരു ആസ്പത്രിയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് പടം 81 മരിച്ചതിന് ശേഷം മൊയ്തീൻ അപ്പോഴാണ് ഈ പടത്തിന് ഒരു മോക്ഷം, ഒരു റിലീസ് ചെയ്യാനുള്ള ഒരു മോക്ഷം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇതേ മൊയ്തീനാണ് ശാന്തി എന്ന് പേരുണ്ടായിരുന്ന സീമ ചേച്ചിക്ക് സീമ എന്നുള്ള പേരിട്ടത്. ശാന്തി എന്നാണ് ഞങ്ങൾ സീമ ചേച്ചിയെ വിളിച്ചിരുന്നു ഈ എപ്പിസോഡിൽ വരാൻ വേണ്ടി. വിദേശത്താണ്, എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അല്ലെ ഒപ്പം ഇരിക്കായിരുന്നു. ഞാൻ നായികയായിട്ട് അഭിനയിച്ചുള്ളത് സീമ ചേച്ചിയാണ്. സീമ ചേച്ചി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സീമ ചേച്ചിക്ക് പേരിട്ടതും ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. ചേച്ചി ഇരിക്കൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ചേച്ചി ഇപ്പൊ പറഞ്ഞു 80 സിനിമ നിർത്തി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 79 മറ്റേ സിനിമ കരാറിയിൽ നിർത്തിയിട്ട് പിന്നെ 80 അഭിനയം നിർത്തുന്നത്. അത്രയും സിനിമകളാണ് അന്നൊക്കെ കരാർ ചെയ്യുന്നത് അല്ലേ? ഒരു കൊല്ലം എത്ര സിനിമയിൽ ഒരു കൊല്ലം അഭിനയിച്ചിട്ടുണ്ടാവും? 75 24 പടം. ഒരു കൊല്ലം. 76 26 പടം. 27 ഞാൻ നിർത്തുമ്പോ 28 പടം. നിർത്തുമ്പോ 28 പടം ചെയ്തിട്ടാണ് നിർത്തുന്നത്. 8 പടം കോൺട്രാക്ട് ഉണ്ടായിരുന്നു. 79 ഞാൻ സൈൻ ചെയ്ത് നിർത്തി. പക്ഷെ ആ പടങ്ങൾ തീരാൻ പിന്നെയും 2 കൊല്ലം എടുത്തു. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് സിനിമകൾ തീരുന്നത്. ഞാൻ ചേച്ചി ഫ്ലോറിൽ വരുമ്പോഴുള്ള ഒരു കാര്യം, 80 സിനിമ നിർത്തിയ ചേച്ചിയെ പിന്നെ മലയാളികൾ കാണുന്നത് അമൃത ടിവിയിലൂടെയാണ്. വനിതാരത്നം എന്ന് പറഞ്ഞ പരിപാടി. അത് കഴിഞ്ഞിട്ട് കഥയില്ലത് ജീവിതം എന്ന് പറയുന്ന ഒരു പരിപാടി എത്രയോ എപ്പിസോഡുകൾ ചേച്ചി 10 വർഷം ചെയ്തു. 10 വർഷമാണ് ആ പരിപാടി ചെയ്തത്. 2600 ചെല്ലാൻ എപ്പിസോഡ് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. ചേച്ചി വീണ്ടും അമൃത ടിവിയിലോട്ട് വരുമ്പോൾ 80 അഭിനയം നിർത്തിയ ഒരു ചേച്ചിയെ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത്, പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് അമൃത ടിവിക്കാണ്. 2000 എപ്പിസോഡ് ഇന്നൊരു പരിപാടി, കഥയല്ല ജീവിതം എന്ന് പറയുന്ന പരിപാടി. ഈ ഒരു എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നതെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളോട് പറയുന്ന ആൾക്കാർ അയ്യോ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എന്തൊക്കെ പഴയ കഥകളാണ് ഇവർ പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് പലരുടെയും അനുഭവം പിന്നീടുള്ള ഒരു തലമുറ ഒരു കഥ പോലെയാണ്. അവർക്ക് അതിനകത്ത് വലിയ ഫാന്റസികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഇത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചി 20-28 പടം എന്ന് പറയുമ്പം ഞാൻ ആലോചിക്കുന്നത് 74 ജയൻ സാർ വന്നെങ്കിലും 78 32 സിനിമയാണ് ജയൻ എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ചിരിക്കുന്നത്. അന്നൊന്നും ഇവിടെ ഈ വലിയ ജിംനേഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ ഒരു ബോഡിയുടെ പരിപാടിയുടെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്? കണ്ടിട്ടോ ചോദിച്ചിട്ടോ ഒക്കെ ഉണ്ടോ എപ്പോഴെങ്കിലും?
ജയൻ താമസിച്ചിരുന്നത് പാം ഗ്രോവ് ഹോട്ടൽ പാം ഗ്രോവിൽ ഒരു കോട്ടേജ് പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം. പക്ഷെ ബോഡി ബിൽഡിംഗ് എങ്ങനെ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു ഡംബൽസ് പോലത്തെ ഒക്കെ. ആ എനിക്ക് സത്യമായിട്ടും അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഒരു വലിയൊരു കാര്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത്, അദ്ദേഹം മരിച്ച് ഞാൻ ആകെ 2 മരണത്തിനെ പോയിട്ടുള്ളൂ. ഓ സത്യമാഷ് മരിച്ചപ്പോൾ ഞാനൊരു നടിയല്ല, അപ്പോൾ അദ്ദേഹം പ്രശ്നമില്ല, തമിഴ്നാട്ടിലുമായിരുന്നു. ഇദ്ദേഹം മരിച്ചതും തമിഴ്നാട്ടിലായിരുന്നു, ഷോലയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചോലയൂർ തോന്നിയ സ്ഥലം. അപ്പോൾ അവിടെ ഞാനിത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ അന്ന് ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിരുന്നു. അന്ന് മലയാളം ഫീൽഡ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു, ഒരുമാതിരി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയൊരു ഹാളിലാണ് ഇരുത്തിയിരുന്നത്. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ആ പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല, കത്തി വെക്കാൻ തോന്നിയില്ല, അത്ര പെർഫെക്റ്റ് ബോഡി ആയിരുന്നു. ആ ബോഡി പോലെ ഒരു ബോഡി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ ബ്രെയിൻ എന്ന് പറയുന്ന അത് ഇല്ലായിരുന്നു, കലങ്ങിപ്പോയിരുന്നു, തലയടിച്ചാ വീണേ. അതെ. അത് അതിൻ്റെ ആ ആക്സിഡന്റ് സമയത്ത് ഉണ്ടായിരുന്ന ബാലൻ കെ നായർ, അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു ഫ്രാക്ചർ, ജോ ബോൺ ഫ്രാക്ചർ, കൈയും ഫ്രാക്ചറായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ പലതും പറഞ്ഞു ബാലൻ കെ നായർ. ആ മരണത്തെക്കുറിച്ച് പല കാര്യങ്ങളും എന്നോടന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് വന്നിട്ടുള്ള ജയന്റെ മരണത്തിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ എന്നോട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ മകളായിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് അദ്ദേഹം പറഞ്ഞു. അറിയാം.